യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, കൃപാസന അമ്മയെ നന്ദി. എൻ്റെ പേര് ശാന്തി പ്രകാശ്. ഞാൻ വരുന്നത് എടത്വ തലവടി ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് പ്രകാശ്, മക്കൾ 2 പേര്. ഇതെൻ്റെ അമ്മയുടെ സഹോദരിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 20/8/2022 അന്ന് ഞാൻ വരുന്നത് എൻ്റെ ഹസ്ബൻഡിന് 7 വർഷമായിട്ട് സ്ഥിരമായിട്ട് ജോലിയും വരുമാനമൊന്നുമില്ല, വിഷമിക്കുന്ന സമയത്താണ് കൃപാസനത്തെപ്പറ്റി അറിയുന്നതും വന്ന് 1 വർഷത്തിനകം എൻ്റെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് പോകുവാനും 1 വർഷം അദ്ദേഹം അവിടെ ജോലി ചെയ്തു. തിരിച്ചിപ്പോൾ നാട്ടിൽ വന്നിട്ട് 11 മാസമായി. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് നാളെ പോകാനുള്ള ടിക്കറ്റെല്ലാം റെഡിയായിരിക്കുകയാണ്. മൂത്ത മകന് 6 മാസം പ്രായം ആയപ്പോൾ മുതൽ തുടങ്ങിയതാണ് തുമ്മലും അലർജിയും ശ്വാസം മുട്ടലും ഒക്കെ. ഇവിടെ വന്ന് ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവന് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അവന് 3 വർഷമായിട്ടുണ്ടായിരുന്ന പെടലി വേദനയും തലവേദനയും കാരണം അവന് സ്കൂളിൽ പോകാൻ സാധിക്കുകയില്ലായിരുന്നു. അവന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ്റെ പൂർണ്ണമായിട്ടും അവന് അസുഖങ്ങളെല്ലാം മാറുകയും അവന് സ്കൂളിൽ പോയി തുടങ്ങി നല്ല മാർക്കോടുകൂടി തന്നെ അവന് +2 പാസ്സാകാനും സാധിച്ചു. അവനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറാണ്. 18 വയസ്സായപ്പോൾ തന്നെ അവനും വന്ന് അവനെക്കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. അവനും ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ്. ഞങ്ങൾ എല്ലാവരും എന്നും പ്രാർത്ഥിക്കുകയും, ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയോട് ചോദിച്ച് ജപമാല ചൊല്ലാൻ പഠിച്ചു. എന്നും സന്ധ്യാപ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയോടെ തന്നെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനും ജപമാല ചൊല്ലുവാനും. ഇത് എൻ്റെ അമ്മയുടെ സഹോദരിയാണ്. അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മ ടെസ്റ്റ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ രോഗം പൂർണ്ണമായിട്ടും ഭേദമായി. ഞാൻ അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് അമ്മയ്ക്ക് ഞാൻ കൊണ്ടു കൊടുക്കും എപ്പോഴും. അതുപയോഗിച്ച് അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി ധ്യാനം ലൈവായി തന്നെ കൂടുകയും ഞങ്ങൾ 4 പേരും കൂടിയാണ് പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഇവിടെ വരികയും ഉടമ്പടി ധ്യാനം ലൈവായിട്ട് കൂടുകയും ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ മക്കളെയും കൂട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ പത്രം കൊടുക്കാൻ പോകുന്നതും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പത്രം കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡ്, എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൃപാസന അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. ഞങ്ങളിന്നും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ബൈബിൾ വചനം സങ്കീർത്തനങ്ങൾ 91 എന്നും പറഞ്ഞു പ്രാർത്ഥിക്കും. ഏഷ്യ 45:2-3, പ്രഭാഷൻ 33:16-17 എല്ലാം പറഞ്ഞാണ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ മാറ്റങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ 5 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന കാലിൻ്റെ മുട്ടുവേദന, ഞാൻ ചെറുപ്പമാണ്, എന്നിരുന്നാലും എനിക്ക് മുട്ടുകുത്തി നിൽക്കുവാനോ എനിക്ക് കുറച്ച് ദൂരം നടക്കുവാനോ സാധിക്കുകയില്ലായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് മുട്ടുകുത്തി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കാലിൻ്റെ മുട്ടിൽ പുരട്ടി പ്രാർത്ഥിച്ച് ഞാനിപ്പം മണിക്കൂറുകൾ പള്ളിയിൽ പോയാലും മുട്ടുമേ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മുട്ടുവേദന മാറി. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ഈ 3 വർഷവും അടുപ്പിച്ച് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പങ്കെടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു, ഞാൻ എങ്ങനെ നടക്കും എന്നുള്ളത്. ഞാൻ നടന്നു തുടങ്ങിയപ്പോൾ ഞാൻ പോലും അറിഞ്ഞില്ല, ഞാൻ ഓടിയാണ് ഞാൻ അർത്തുങ്കപ്പള്ളിയിൽ ചെന്നത്. അത്രയ്ക്ക് എനിക്ക് ഒരുപാട് വലിയ മാറ്റങ്ങളാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നത്. കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ ഞാനും മകനും 20-ാം നമ്പർ പോയിന്റിൽ വാളണ്ടിയറായിട്ട് നിന്നു. ഈ വർഷവും ഞാനും മകനും വാളണ്ടിയറായിട്ട് നിൽക്കാൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ മകനും ഹസ്ബൻഡും കഴിഞ്ഞ വർഷം റാലിയിൽ പങ്കെടുത്തു. ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. എപ്പോഴും ഈശോയോടും അമ്മയോടൊപ്പം ആയിരിക്കുവാനും നിത്യതയിൽ ഈശോയോടൊപ്പം ആയിരിക്കുവാനും ഈശോയുടെ തിരുരക്തത്തിന് എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷിയാക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ തന്നെ അമ്മ മാതാവ് അടുത്ത് വരുമ്പോൾ നല്ല മുല്ലപ്പൂ മണമാണ്. സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട്. അമ്മയുടെ ഈശോയുടെയും വെളിച്ചം, നല്ല പ്രകാശം ലഭിച്ചിട്ടുണ്ട്. അമ്മയോടും ഈശോയോടും ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടുമാണ്. ഞങ്ങൾക്ക്
ഈശോയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടി തരണമേ എന്നാണ് കൃപാസന അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ പത്രം കൊടുക്കാൻ പോകുന്ന ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞങ്ങളുടെ കയ്യിൽ അന്നേരം എന്താണോ ഉള്ളത് പൈസ അത് ഞങ്ങൾ കൊടുത്ത് സഹായിക്കും. പിന്നെ പൊതിച്ചോറ്, അത് ഞങ്ങൾ 4 പേരും കൂടിയാണ് പൊതിച്ചോറ് തയ്യാറാക്കി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നത്. അതിൽ മക്കളെയും ഞാൻ കൂട്ടും. അവരും അറിയണം എല്ലാ കാര്യങ്ങളും. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം അവരും അറിയണം. അതുകൊണ്ട് അവരെയും കൂട്ടും. പൊതിച്ചോറ് കൊടുക്കുവാനും എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ട് പൊതിച്ചോറ് കൊടുക്കും, പൈസ കൊടുക്കും. പിന്നെ വഴിയരികിലിരിക്കുന്ന ആർക്കാണ് ഒരു സഹായം വേണ്ടത്, ഒരു ചായ കുടിക്കാനുള്ള പൈസ അതാണ് കയ്യിലുള്ളതെങ്കിൽ അത് കൊടുത്ത് സഹായിക്കും. ഇന്നവരെന്നൊന്നുമില്ല, ആരെ കണ്ടാലും ഞങ്ങൾ സഹായിക്കും. ആർക്കാണോ സഹായം അവരെയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ നല്ല ദേഷ്യമുള്ള ആളായിരുന്നു. ഇവിടെ വന്ന് അമ്മയോട് കൂടെ പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവിൻ്റെ ചിരിയാണ് എനിക്ക് തരേണ്ടത്, അമ്മയുടെ സ്നേഹമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കേണ്ടത്. ഈശോയുടെ തിരുഹൃദയം പോലൊരു ഹൃദയം എനിക്കും തരണം. എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എപ്പോഴും സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ളൊരു മനസ്ഥിതി എനിക്ക് തരണമെന്നാണ് പ്രാർത്ഥന. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ ഓരോ ജീവിത മാറ്റം കണ്ട് ഓരോരുത്തരും ചോദിച്ചു തുടങ്ങി. ഞാൻ 7 പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. പിന്നെ ധാരാളം പേരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരും. അതുപോലെ തന്നെ കൂടെ വരുന്നവരെല്ലാം ഞങ്ങൾ ചിലവെടുത്ത് തന്നെ കൊണ്ടുവരും. അവർ പൈസ തരാൻ പാവങ്ങളാണ്, എന്നിരുന്നാലും പൈസ തരാൻ സഹായിച്ചാൽ ഞാൻ പറയും വേണ്ട എന്ന് പറഞ്ഞ് അവരെയും കൊണ്ടുവന്ന് ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്താണ് പോകുന്നത്. എനിക്കതിനുള്ള കൃപ തന്നത് കൃപാസന അമ്മയും ഈശോയും അപ്പായുമാണ്. 50 നോയമ്പ്, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ 50 നോയമ്പ് ഞാനും മക്കളും കൂടി ഒന്നിച്ചാണ് എടുത്തത്. ഞങ്ങൾ ബുധനാഴ്ച ഞങ്ങൾ ഉപവാസം എടുക്കും. ഞാൻ രാവിലെ ഒരു നേരം ആഹാരം ഞാനും മക്കളും എടുക്കും, മൂത്ത മോനും എടുക്കും. അവനും രാവിലത്തെ ആഹാരം വെറുത്താണ് അവന് കോളേജിൽ പോകുന്നത്. ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കും. 50 നോയമ്പ് ഞാനും മക്കളും എടുക്കും. ഞങ്ങളെല്ലാ നോയമ്പും കാര്യങ്ങളും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് എടുക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നന്ദി. കൃപാസനത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ അച്ഛനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ 38 വർഷത്തെ പൗരോഹിത്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൃപാസനം അമ്മയും ഈശോയും അപ്പായുമാണ് ഞങ്ങളുടെ ദൈവം. അമ്മ മാതാവേ, ഞങ്ങളുടെ ആയുസ്സുള്ളത്തോളം കാലം അവിടുത്തെ മക്കളായി ജീവിക്കുവാനുള്ള ഭാഗ്യം തരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ശാന്തി പ്രകാശ് ആലപ്പുഴയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത്. ആ മോള് പറയുന്നത് 7 വർഷക്കാലമായി തൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ജോലിയില്ല. 5 വർഷക്കാലമായി തനിക്ക് പലവിധ രോഗങ്ങൾ, മുട്ടുവേദന, മൈഗ്രെയിൻ, പൈൽസിൻ്റെ അസുഖങ്ങൾ, അതിനുശേഷം കുഞ്ഞിനുണ്ടായിരുന്ന അസുഖങ്ങൾ, അതിനുശേഷം അമ്മയുടെ അനുജത്തിക്കുണ്ടായിരുന്ന അസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശുദ്ധമ്മ സാക്ഷ്യപ്പെടുത്തി കൊടുത്തത്. സാക്ഷ്യം പറയുവാൻ ആൾത്താരയിൽ വരാൻ കാര്യമായത് ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അവർ വിശ്വാസത്തോടു കൂടി നിന്നതുകൊണ്ട്. ആ മോള് പറയുകയാണ്, ഉടമ്പടി ജീവിതം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിക്ക് ജോലിയില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനുള്ള ജോലി തയ്യാറാക്കി കൊടുത്തു. ഇത്രയും അസുഖങ്ങളുണ്ടായിട്ടും യാതൊരു കുറവും കൂടാതെ നിറവായിട്ട് നിന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അടുത്തുള്ള വീട്ടിൽ ചെന്ന് ജപമാല ചൊല്ലാനുള്ള ഇത് പഠിക്കുകയും കഴിയുന്ന സമയത്തെല്ലാം കുർബാനയിൽ പോയി പങ്കെടുക്കുകയും യേശു രക്ഷകനാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും അവർക്ക് വാങ്ങിക്കൊടുത്ത വലിയ കൃപകളാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ആ മോള് വഴി 7 പേര് വന്ന് ഉടമ്പടി എടുത്തു. യാതൊരു ചെലവും അവരെ ഏൽപ്പിക്കാതെ ഇവർ തന്നെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇവർ വഴി 7 പേരെ പരിശുദ്ധ അമ്മയെ അറിയുവാനും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനും സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഒരുമിച്ച് പോയ കുടുംബസമേതമാണ്. ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഇമ്പമുണ്ടാകും, അവിടെ പ്രകാശം പരക്കും. അവർക്ക് കിട്ടിയ പ്രകാശം അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അവരുടെ സാക്ഷ്യം പറഞ്ഞ് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ്
പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും ഒരുമിച്ചാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലൂടെയാണ് അവർ വിശുദ്ധിയിലേക്ക് വന്നത്. അങ്ങനെ ഇനി നിത്യജീവൻ വരെ അവർക്ക് ഒരുമിച്ച് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, ദൈവത്തോടു കൂടെ. അതാണ് ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും നിത്യജീവൻ പ്രാപിക്കാൻ അവരാഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മുന്നിൽ വന്ന എല്ലാ മലകളും നീക്കപ്പെടുകയും പിച്ചളവാതിലുകൾ തുറക്കപ്പെടുകയും ഇരമ്പോടാമ്പലുകൾ ഒടിക്കപ്പെടുകയും ചെയ്ത് അവരെ സമ്പന്നരാക്കി, ആത്മീയമായിട്ട് സമ്പന്നരാക്കി. ഇവരിലുള്ള ഉണ്ടായിരുന്ന എല്ലാ കുറവുകളും നിറവുകളാക്കി പരിശുദ്ധമ്മ ഇവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ഇനിയും പരിശുദ്ധമ്മയുടെ അനുഗ്രഹത്തിന് അവർക്ക് ആഗ്രഹമുണ്ട്, നിത്യജീവൻ പ്രാപിക്കാനായിട്ട്. ഇതാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടി ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ സാക്ഷ്യത്തിലൂടെ അവരെ ഇടയാക്കിയ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും കോടാനകോടി നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഈശോയ്ക്ക് സമർപ്പിക്കാം, കരങ്ങളടിച്ച്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.